9 വർഷം മുമ്പ് ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ചിട്ടാണ് അവൻ ഗൾഫിൽ വന്നത്. ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊരിയുന്ന മഴയത്തെ ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവൻ കിടന്നിട്ടുണ്ട്. അവന്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. ഇപ്പൊ അവന്റെ ഫാമിലി താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താ. അവിടെ അവർക്ക് സ്വന്തമായ ബിസിനസ്സും ഉണ്ട്. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകണ്ട ജെറി. ഈ സ്ട്രീറ്റിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൻ മതി. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി എടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. വണ്ടി ഇറങ്ങടാ. അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ ഈ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട്. കുറച്ചു പേര് പാവങ്ങള് തറയിലിരുന്ന് കുത്തിയിരുന്ന് കൈകൊണ്ട് ഇങ്ങനെ കുത്തി ഇരുന്ന് ചെയ്യുന്നതാണ് ഈ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്ന സംഭവം. കണ്ടോ? പിന്നെ ഞങ്ങളുടെ ഈ ജോർജറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 70 രൂപയാണ്. എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുന്നതിന് ഒരു മടിയുമില്ല. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇത് നമുക്ക് 44 ഇഞ്ചിന്റെ ഫാബ്രിക് ആണ്. പക്ഷെ 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും നമുക്ക് 1/2 ഇഞ്ചിന്റെ കിന്നരീസ് പോകുവേ. ഇപ്പൊ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 42 ഇഞ്ചേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ മെഷർമെന്റ് എന്ന് പറഞ്ഞാല് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഷർമെന്റ് ആണ്. നല്ല ഫ്ലെയർ, അതുപോലെ തന്നെ ഫുൾ ഓഫ് ലൈനിങ് കണ്ടോ. കംപ്ലീറ്റ്ലി ഹെവി ആയിട്ടുള്ള ക്രേപ്പ് ജോർജറ്റ് ക്രേപ്പ്, അമേരിക്കൻ ക്രേപ്പ്, അതിന്റെ കൂടെ തന്നെ ഫുൾ ഓഫ് ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു നല്ല സ്റ്റൈലിഷ് കുർത്തിന്റെ റേറ്റ് നിങ്ങൾക്ക് വിട്ടു തരുവാണ്. നിങ്ങൾ പറയുന്ന റേറ്റിൽ ഞാനത് നിങ്ങൾക്ക് തരും. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരണം എങ്ങനെയാണ് റേറ്റ് ഇടേണ്ടതെന്ന്. നിങ്ങൾ മനസാക്ഷിയുള്ള ആൾക്കാരും നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ, അതായത് ഞാൻ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ലാഭം മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി.